ഹലോ ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത PSC പരീക്ഷകളിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭരണഘടനയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ചെറിയ ചെറിയ ടോപ്പിക്സുകൾ മാത്രം ഉണ്ടാവും, ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വൈവിധ്യവും വിപുലവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം എന്നിവയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുപോലെ പാർലമെൻ്ററി ജനാധിപത്യം. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതുപോലെ ദൃഢവും അയവുള്ളതുമായ ഘടന. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുവാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുവാൻ എന്നാണ് പ്രത്യേക നടപടിക്രമങ്ങളുണ്ട് അല്ലേ. ലോക്സഭയിലും രാജ്യസഭയിലും ഒപ്പുവയ്ക്കുക, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ഒപ്പ് വാങ്ങിക്കുക എന്നിവയൊക്കെ ഉണ്ട് അല്ലേ. എന്നാൽ അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷമാണോ നോക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഭരണഘടന 9ാം ക്ലാസ്സിലെ ഭരണഘടനയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗം കേട്ടോ പറയുന്നത്. അപ്പോൾ എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇനി മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, ലോകസഭയും രാജ്യസഭയും മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ എന്നറിയപ്പെടുന്ന ലോകസഭയും നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അല്ലെങ്കിൽ രാജ്യസഭ എന്നിങ്ങനെ 2 സഭകളാണ് എന്തിനുള്ളത്, നമ്മുടെ സംസ്ഥാനത്തിനുള്ളത്. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. എന്താണ് ഫെഡറലിസം എന്ന് പറയുന്നത്? ഫെഡറലിസത്തിന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ടല്ലേ, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അതിനെയാണ് നമ്മൾ പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്നത്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. ഇനി സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെയാണ് സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. പാർലമെൻ്ററി ജനാധിപത്യം, ദൃഢവും അയവുള്ളതുമായ ഘടന, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകളാണ്. ആദ്യം പറയുന്നത് എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയുണ്ട്. അതുപോലെ ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരം എന്തിനാണ്? കേന്ദ്രത്തിനാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. ഓക്കെയാണല്ലോ. ഇനി നമ്മൾ പറയുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് അധികാര വിഭജനം. ഏഴാം പട്ടികയിൽ എന്തുണ്ട്? അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും അധികാരം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് എക്സാമ്പിളാണ് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്?
വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. ഇനി സംസ്ഥാന ലിസ്റ്റിൽ ഏതാണ് വരുന്നത്? സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. സംസ്ഥാനങ്ങൾക്ക് അല്ലേ, ഇതിൽ 66 വിഷയങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ഉദാഹരണം ഏതൊക്കെയാണ്? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയൊക്കെ എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ വരുന്നവയാണ്. ഇനി എന്താണ് സമവർത്തി ലിസ്റ്റ് എന്ന് പറയുന്നത്? കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ്. തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിനെയാണ് സമവർത്തി ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനാണ് സമ്പൂർണ്ണ നിയമനിർമ്മാണത്തിലുള്ള അധികാരം. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയ്ക്ക് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. സംസ്ഥാന ലിസ്റ്റിൽ എന്തൊക്കെ പറഞ്ഞു? സംസ്ഥാനങ്ങൾക്കാണ് അധികാരം. 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. സമവർത്തി ലിസ്റ്റിൽ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ എന്താ പറഞ്ഞത്? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണം അധികാരം അല്ലേ, രണ്ടാൾക്കുള്ളതാണ് സമവർത്തി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തുടക്കത്തിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനനമരണ രജിസ്ട്രേഷൻ മുതലായവ. ഇനി അവശേഷിക്കുന്ന അധികാരങ്ങൾ വെച്ചാൽ എന്താണ്? മേൽ പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നിയമനിർമ്മാണ അധികാരമാർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. അതിന് എക്സാമ്പിളാണ് സൈബർ നിയമങ്ങൾ എന്ന് പറയുന്നത്. സൈബർ നിയമങ്ങൾ എന്താണ്? അപ്പോൾ അവശിഷ്ട അധികാരങ്ങളാണ്. ഇതിൽ ആർക്കാണ് കൂടുതലും അധികാരം? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും അല്ലേ. ഇനി പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണ്? പാർലമെന്റ്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുക, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അപ്പം എന്തൊക്കെയാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്ന് പറയുന്നത്? നിയമനിർമ്മാണം, പൊതുഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, എന്താണ്? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കലും പരിഗണിക്കലും അല്ലേ. ഇനി കുറച്ച് നമ്മൾ ലോകസഭയും രാജ്യസഭയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ലോകസഭയും രാജ്യസഭയെ കുറിച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലോകസഭ എന്ന് വെച്ചാൽ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോകസഭ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലാസ്. അപ്പോൾ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോകസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾ നേരിട്ടാണ് ലോകസഭയിലെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്കാണ് ലോകസഭയിൽ മത്സരിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. എത്രയാണ്? 25 വയസ്സല്ലേ, 75 വയസ്സ് വേണം ലോകസഭയിൽ മത്സരിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയിലെ ആകെ അംഗബലം എന്ന് പറയുന്നത് 550 ആണ്. ലോകസഭയിലെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 550 ആണ്. അതുപോലെ തന്നെ ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? സ്പീക്കറാണ്. ലോകസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറാണ്. പിന്നെന്താണ്? കൂടുതൽ അധികാരങ്ങളും ധനപരമായ വിഷയങ്ങളിൽ ലോകസഭയ്ക്കാണ് മറ്റ് രാജ്യസഭയെക്കാളും കൂടുതൽ അധികാരങ്ങളുള്ളത്. ധനബില്ലും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പോൾ ഇത്രയ്ക്കും പഠിച്ചു വെക്കാം. അപ്പോൾ ലോകസഭ എന്ന് പറയുന്നത് പാർലമെന്റിന്റെ അധോമണ്ഡലമാണ്. ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയാകണം. കാലാവധി 5 വർഷമാണ്. 550 ആണ് പരമാവധി അംഗബലം എന്ന് പറയുന്നത്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. അതുപോലെ തന്നെ ധനബില്ലും അവിശ്വാസ പ്രമേയം അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്നത് ലോകസഭയാണ്. ഇനി എന്താണ് രാജ്യസഭ എന്ന് പറയുന്നത്? പാർലമെന്റിലെ ഉപരിസഭയാണ്. പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്കാണ് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പിന്നെ രാജ്യസഭ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. എന്നാൽ സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? രാജ്യസഭയിൽ പറഞ്ഞത് പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്നു. സംസ്ഥാന നിയമനിർമ്മാണ സഭകളെ തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയാകണം. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഇനി എന്തൊക്കെയാണ് വിവിധ ബില്ലുകളുണ്ട് അല്ലേ? വിവിധ ബില്ലുകളുടെ വിവിധ ഘട്ടങ്ങൾ, ബില്ലുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? 1ാം വായന, 2ാം വായന, 3ാം വായന. 1ാം വായനയിൽ എന്താണ് ചെയ്യുന്നത്? ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരു സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നതിനെയാണ് 1ാം വായന എന്ന് പറയുന്നത്.
എന്താണ് ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും ഇരുസഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. രണ്ടാമത് എന്താണ് ഈ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. അത് കാരണം എന്തെന്ന് പറയും, കമ്മിറ്റി ഘട്ടം എന്നറിയപ്പെടുന്നു. അവിടെയാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ വല്ല മാറ്റങ്ങളോ ഭേദഗതികളോ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ രണ്ടാം വായനയിലാണ് നോക്കുന്നത്. അപ്പോൾ ബില്ല് രണ്ടാം വായനയിൽ നമ്മൾ എന്ന് പറയുന്നത് കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത്, ചർച്ച ഘട്ടം അല്ലെങ്കിൽ എന്നിട്ടാണ് ചർച്ചകളും അതുപോലെ തന്നെ ഭേദഗതികളൊക്കെ നോക്കുന്നത് രണ്ടാം വായനയിലാണ്. മൂന്നാം വായന ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. മൂന്നാം വായനയിലാണ് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. ഇനി ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നുണ്ട്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 368 അനുച്ഛേദം 368 ഭേദഗതി പ്രകാരമാണ്. എന്ത് ചെയ്യാനുള്ള, ഭരണഘടനയെ ഭേദഗതി ചെയ്യുവാനുള്ള വകുപ്പ് പറയുന്നത് 368 ഭേദഗതി പ്രകാരമാണ്. ആർക്കാണ് ഭേദഗതി ചെയ്യാനായിട്ട് പറയുന്നത്? ഭരണഘടനാ ഭേദഗതി ചെയ്യാനായിട്ട് ആർക്കാണ് അധികാരം? പാർലമെന്റിനാണ് അല്ലേ, പാർലമെന്റിനാണ് അധികാരം. ഇനി മന്ത്രിസഭയുടെ ചുമതലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മന്ത്രിസഭയുടെ ചുമതലകൾ: രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്നിവയാണ് മന്ത്രിസഭയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. സുപ്രീം കോടതി എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി നമ്മൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞ കാരണം എത്രയും സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന കുറച്ച് സംഭവങ്ങളിലെ സവിശേഷതകൾ, അധികാരങ്ങൾ, ചുമതലകൾ എന്നിവയൊക്കെ ഉണ്ടായി അടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1950 ജനുവരി 28 വന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സാണ്. അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരെയൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാണ്. അപ്പോൾ ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? മുംബൈ നീക്കം ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാക്കിയാണ്. അപ്പോൾ എന്താണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്? ഉത്ഭവാധികാരം. എന്താണ് ഉത്ഭവാധികാരം? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണ് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. അപ്പോൾ എന്താണ് ഉത്ഭവാധികാരം? സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളെയാണ് ഉത്ഭവാധികാരം എന്ന് പറയുന്നത്. ഉദാഹരണം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. ഇനി അപ്പീൽ പരിഗണിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഇനി എന്താണ് ഉപദേശക അധികാരം എന്ന് പറയുന്നത്? രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. ഇതാണ് ഉപദേശാധികാരം എന്ന് പറയുന്നത്. ഇനി എന്താണ് റിട്ട് അധികാരം? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഇതിനെയാണ് റിട്ട് അധികാരം എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ആകാരം നമുക്കറിയാലോ. സുപ്രീം കോടതി 32 വകുപ്പ് പ്രകാരവും ഹൈക്കോടതി 226 വകുപ്പ് പ്രകാരമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഇനി പുനരവലോകന അധികാരം ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നതാണ് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്. അപ്പം എന്താണ് നീതിന്യായ പുനരവലോകന അധികാരം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഭരണഘടന സാധ്യത പരിശോധിക്കേണ്ട, നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്നതിനാണ്. അത് ഭരണഘടനയ്ക്ക് എന്താണ് ഭരണഘടനാ ലംഘനമാണോ അതുപോലെ തന്നെ വിരുദ്ധമാണോ, അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് നീതിന്യായ പുനരവലോകനം. അല്ലാന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഉത്ഭവാധികാരം, അപ്പീൽ പരിഗണിക്കുവാനുള്ള അധികാരം, ഉപദേശക അധികാരം, റിട്ട് അധികാരം, പുനരവലോകനാധികാരം. ഇത്രയൊക്കെ ഉണ്ടോ ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ടോപ്പിക്സ് അല്ലേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.